ചില വാക്കുകൾ വേദനയിൽ നിന്നായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ബ്രേക്കപ്പ് ഇസ് വൺ ഓഫ് ദം. ഞാൻ നിങ്ങളെ ഇവിടെ ഉപദേശിക്കാനോ ഒന്നുമല്ല വന്നത്. എൻ്റെ മൈൻഡിൽ വന്ന കുറച്ച് തോട്ട്സ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കിയത് തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാവുന്നോ എന്നൊരു സംശയം നിങ്ങളുടെ മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ ബ്രേക്കപ്പ് ഉണ്ടായാലോ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ബ്രേക്കപ്പിനെ നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഐ നോ ദ വേഴ്സ്റ്റ് പെയിൻ ഹാപ്പൻസ് ആഫ്റ്റർ ദ സൈലൻസ്. ബ്രേക്കപ്പ് എന്നത് ഒരു പിരിയലൊന്നുമല്ല, അതൊരു മരണമാണ്. ദ ഡെത്ത് ഓഫ് എ വേർഷൻ ഓഫ് യു ദാറ്റ് എക്സിസ്റ്റഡ് ഓൺലി വെൻ ദേ വെർ അറൗണ്ട്. ആരുടെ മരണം? ആ ഒരു ആളിൻ്റെ മരണമല്ല, നമ്മുടെ വേർഷൻ. ആ ആൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, ആ ഒരു വേർഷൻ്റെ മരണമാണ് ബ്രേക്കപ്പ്. എല്ലാവരും വിചാരിക്കുന്നത് ആ പെയിൻ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ആ ആൾ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോഴാണ്, ആ ആൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴാണെന്നാണ്. പക്ഷേ അല്ല, റിയൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആൾ തിരിച്ചു വരാത്തപ്പോഴാണ്. അതിനു മുമ്പും പലപ്പോഴും നമ്മൾ അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അയാൾ നമ്മളെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും, പിണങ്ങിയിരുന്നിട്ടുണ്ടാവും, തിരിച്ച് നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ തിരിച്ച് ചെല്ലും, ഐദർ യു ഓർ ദാറ്റ് പേഴ്സൺ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് നൗ. ആ ആൾ ഒന്ന് തിരിച്ച് വരുമോ അല്ലെങ്കിൽ ഒരു ഗുഡ് ബൈ പറയുമോ പോലും ചെയ്യാതെ ഇരിക്കുന്ന ആ ഒരു സൈലൻസാണ് നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത്. സംടൈംസ് നിങ്ങളെ മിസ് ചെയ്യുന്നത് ആ ആളിനെ ആവില്ല, നിങ്ങളെ മിസ് ചെയ്യുന്നത് ആ ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ചുറ്റുമുള്ളതിനെ ഒന്നും നോക്കാതെ എത്രമാത്രം സന്തോഷിച്ചിരുന്നോ, എത്രമാത്രം ചിരിച്ചിരുന്നോ, എത്രമാത്രം ഹാപ്പി ആയിരുന്നോ, ആ നിങ്ങളെ തന്നെയായിരിക്കും നിങ്ങൾ മിസ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താണ് തെറ്റ്, എന്താണ് ശരി, സന്തോഷമാണോ സങ്കടമാണോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങളുടെ ബോഡി പക്ഷേ ഓർക്കും. 1000 തവണ നിങ്ങളുടെ ബ്രെയിൻ ഫർഗെറ്റ് ദം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ബോഡി അതിന് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഒരാളെ. അയാൾ നല്ലവനായോണ്ടോ അയാൾ ചീത്തയായോണ്ടോ അതൊന്നുമല്ല റീസൺ. ബട്ട് ദെയർ ഫിംഗർ ടിപ്സ്, നിങ്ങളുടെ കയ്യിൽ അവർ നിങ്ങളുടെ കൂടെ പിടിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണോ കിട്ടിയ ആ ഒരു വാംത്ത്, ആ ഒരു കെയർ, ആ ഒരു കംഫർട്ടബിലിറ്റി, അവർ നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ കാറ്റ്, ആ ഒരു വാംത്ത്, അതാണ് നിങ്ങൾ ഓർക്കുന്നത്, അതാണ് നിങ്ങൾക്ക് മറക്കാൻ പാട്. അവരെ കൂടെ ഉണ്ടായിരുന്ന മെമ്മറീസിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ, വേണമെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. ബട്ട് നൗ കം ബാക്ക് ടു ദിസ് ടോപ്പിക്. നിങ്ങൾ ചിലപ്പോൾ കുറേ നാളാവുമ്പോൾ അവരുടെ വോയിസ് വരെ മറന്നു പോകും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കും, അവർ നിങ്ങളോട് ഡിഡ് യു ഈറ്റ് ടുഡേ, നിങ്ങളിന്ന് എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ, ഇങ്ങനെയുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നോ ഫീൽ ചെയ്തിരുന്ന ആ കാര്യം നിങ്ങൾ റിമെമ്പർ ചെയ്യും. ഈവൻ നിങ്ങളുടെ പാരൻസ് പോലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തത് ചോദിക്കണം എന്നില്ല. ഈ ബ്രേക്കപ്പിൻ്റെ ദുഃഖം വരുന്നത് കുറച്ച് ലെയേഴ്സായിട്ടാണടാ. ഫസ്റ്റ് നിങ്ങൾക്ക് അവരിൽ നഷ്ടമാവും, പിന്നെ അവരുടെ ടെക്സ്റ്റ്സ്, അവരുടെ മെസ്സേജസ്, പിന്നെ അവരുടെ റുട്ടീൻ, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ റുട്ടീൻ, നിങ്ങളുടെ പഴയ ആ ചിരി, നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിരുന്ന ആ ഫ്യൂച്ചർ, അതെല്ലാം മരിക്കും ഓരോന്നായിട്ട്, വൺ ബൈ വൺ, like lights going off in a theater after the show ends. ഷോ എൻഡ് ചെയ്തതിന് ശേഷം തിയേറ്ററിൽ എങ്ങനെയാണോ ലൈറ്റ്സ് ഓരോന്നായി അണയുന്നത്, അതുപോലെ ഓരോന്നും മരിക്കും. സംടൈംസ് നിങ്ങൾ ഹീലാവുകയായിരിക്കില്ല, നിങ്ങൾക്ക് പോലും അത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് പയ്യെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുമായിരിക്കും. ആൻഡ് നോ വൺ നോട്ടീസസ്. നിങ്ങളുടെ ആ ഡിസപ്പിയറൻസ് ആരും നോട്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട്
ഒരു സത്യം പറയാം. The fact that you love that deeply means your heart is real. ആ ഒരു ഫാക്റ്റ്, നിങ്ങൾ ഡീപ്പായിട്ട് സ്നേഹിച്ചു എന്ന് ഉള്ള ഒരു ഫാക്റ്റ്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർട്ട് അത്രയും റിയലാണ്, അത്രയും പ്യുവറാണ്. ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. The worst pain happens after the silence, not when they left. അവർ കളഞ്ഞിട്ട് പോകുമ്പോഴല്ല, നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു അവർ തിരിച്ചു വരുന്നില്ല. ഒരു മെസ്സേജ് പോലും അവരിൽ നിന്ന് ഉണ്ടാവില്ല. ഐ മിസ് യു എന്നുള്ള ഒരു സെൻറ്റൻസ് പോലും അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. നോട്ട് ഈവൻ എ ഫൈറ്റ്, ഒരു അടിയോ വഴക്കോ ഒന്നും ഉണ്ടാവുന്നില്ല. ജസ്റ്റ് ആബ്സെൻസ് മാത്രം. കോൾഡ് പെർമനൻറ്റ് ആബ്സെൻസ്. ടെമ്പററി ആയിട്ടുള്ളൊരു ആബ്സെൻസ് അല്ലത്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ആബ്സെൻസ്. ദാറ്റ്സ് വാട്ട് ക്രാക്സ് ദ ബോൺസ്, ദ സൈലൻസ്. ആ സൈലൻസാണ് നമ്മുടെ എല്ലിനെ എല്ലാം മുറുകി അത്രയ്ക്ക് നമുക്ക് വേദന തരുന്ന ആ ഒരേ ഒരു കാര്യം, സൈലൻസ്. ബ്രേക്കപ്പായി എന്നൊരു കൺഫർമേഷൻ കിട്ടിയാൽ വി ക്യാൻ മൂവ് ഓൺ. അല്ലെങ്കിൽ തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പ് കിട്ടിയാൽ വി ക്യാൻ മൂവ് ഓൺ. നമുക്ക് ആ പ്രതീക്ഷയുടെ മുകളിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനി തിരിച്ച് വരില്ല എന്ന് വിശ്വസിച്ച് ആ ഒരു ഉറപ്പിന്മേൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതെന്ന് ആരും ഓർക്കില്ല. ചിലപ്പോൾ മുമ്പും ഇതുപോലെ അടി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവരല്ലെങ്കിൽ നിങ്ങൾ പറയും നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, നമുക്കിവിടെ വെച്ചത് നിർത്താം. പക്ഷേ കുറേ കഴിയുമ്പോൾ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവും, ആ പ്രോബ്ലം സോൾവ് ആവും. സോ ഈ ഒരു കാര്യം കുറേ നാളായിട്ട് സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യും, ഇനിയും ഇത് സംഭവിക്കും, സോ ഐ ഡോണ്ട് ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഓർ മൂവ് ഓൺ എന്ന് നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ഇന്നർ സെൽഫിൽ തന്നെ നിങ്ങൾക്കത് തോന്നും. ബട്ട് ദ ഫാക്റ്റ് ഇസ് ദേ വോണ്ട് കം ബാക്ക്. ഈവൻ ഇഫ് യു ഗോ ടു ദം, ദേ ഹാവ് മൂവ്ഡ് ഓൺ. ആ ഒരു ഫാക്റ്റ്, ആ ഒരു ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അത് റിയലൈസ് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം, സ്ട്രോങ്ലി അതിനെ ബിലീവ് ചെയ്യണം. നിങ്ങളത് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അവർ തിരിച്ചു വരുന്നു എന്ന് തോന്നിയാൽ പോലും യു ഷുഡ് മൂവ് ഓൺ. ആൻഡ് ദാറ്റ് ഇസ് സ്ട്രെങ്ത്, ദാറ്റ്സ് നോട്ട് വീക്ക്നെസ്. ഡോണ്ട് ബി വീക്ക്. സത്യമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ആവുകയാണ്. അവരുടെ ടെക്സ്റ്റ്, അവരുടെ മെസ്സേജസ് അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷം, അത് മാത്രമല്ല ദ ബിലീഫ് ഇൻ ദ വേർഡ് ഫോർ എവർ, എന്നേക്കും എന്നുള്ളൊരു വേർഡിൽ, അതിൻ്റെ പുറത്തുള്ള നമ്മുടെ വിശ്വാസം. ജസ്റ്റ് ബിക്കോസ് സംവൺ പ്രോമിസ്ഡ് ഇറ്റ്, ജസ്റ്റ് ബിക്കോസ് ആരോ ഒരാൾ നമ്മുടെ അടുത്ത് പ്രോമിസ് ചെയ്തു, ആ വിശ്വാസത്തിൻ്റെ പുറത്ത്, ആ ഫോർ എവർ എന്നുള്ളൊരു വേർഡിൻ്റെ പുറത്തുള്ള വിശ്വാസം, ആ വിശ്വാസം ട്രസ്റ്റ് ആവുമ്പോഴാണ് നമ്മൾ അത്രയ്ക്കും തകർന്നു പോകുന്നത്. ഇറ്റ്സ് നോട്ട് ദം, അവരുടെ പ്രോമിസ് അല്ല, ഇറ്റ്സ് ഹൂ യു വെർ വെൻ യു ഫെൽറ്റ് വാണ്ടഡ്. നമുക്ക് മറ്റൊരാളുണ്ടായിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുത്ത പ്രോമിസ്, ഞാൻ എന്നെന്നും എന്ത് വന്നാലും ഇയാളെ വിട്ടിട്ട് പോവില്ല എന്ന് നിങ്ങൾക്ക് കൊടുത്തൊരു വാക്ക്, ആ ഒരു പ്രോമിസ്. അതുപോലെ മറ്റേ ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് തന്നൊരു പ്രോമിസ്. ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആകുമ്പോഴാണ് നിങ്ങൾ ബ്രേക്കായി പോകുന്നത്. നിങ്ങൾ മൂവ് ഓൺ ആയെന്ന് നിങ്ങളുടെ മൈൻഡിൽ തോന്നുമ്പോഴും ചില പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ആരും നിങ്ങളോട് പറഞ്ഞു തരാത്തൊരു കാര്യമുണ്ട്. ദ ബോഡി ഹീൽസ് സ്ലോവർ ദാൻ ദ ബ്രെയിൻ. ബ്രെയിനേക്കാട്ടും സ്ലോവറായിട്ടാണ് നിങ്ങളുടെ ബോഡി ഹീലാവുന്നത്. ദാറ്റ് ക്രിയേറ്റ്സ് എ കൺഫ്യൂഷൻ ഫ്രം വിതിൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കൺഫ്യൂഷൻ വരാൻ ദിസ് ഈസ് ദ റീസൺ. നിങ്ങളുടെ ബ്രെയിൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ ബോഡി പുറകിലാണ്. സംടൈംസ് യു സ്റ്റേ ലോയൽ ടു ദെയർ ഗോസ്റ്റ് ഈവൻ ആഫ്റ്റർ ദേ ലെഫ്റ്റ്. ഒരു കളഞ്ഞിട്ട് പോയതിന് ശേഷവും നിങ്ങൾ ആരെയും ഡേറ്റ് ചെയ്യില്ല,
നിങ്ങൾ അവരുടെ വോയിസ് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കും. യു ആക്ട് ലൈക്ക് യു ആർ സ്റ്റിൽ ദേഴ്സ്. ഇപ്പോഴും അവർ നിങ്ങളുടേതാണ്, നിങ്ങൾ അവരുടേതാണ് എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ആക്ട് ചെയ്യുന്നത്. They have moved on, but you are still wearing chains they don't even remember putting on you. അവർ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവർ പോലും ഓർക്കാത്ത, അവർ നിങ്ങളിൽ അണിഞ്ഞു തന്നിരിക്കുന്ന ഒരു ചെയിൻ, അത് നിങ്ങളിപ്പോഴും വെയർ ചെയ്യുന്നുണ്ടാവും. ബട്ട് അവർക്കത് ഓർമ്മ പോലും ഉണ്ടാവില്ല. ആ ഫാക്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഐ ടോൾഡ് യു, നിങ്ങൾ വിഷമിക്കുന്നത് ലെയേഴ്സായിട്ടായിരിക്കും. ഫസ്റ്റ് ദ പേഴ്സൺ, ആദ്യം ആ ആളിനെ കുറിച്ച് ഓർത്തു. ദെൻ ദ മെസ്സേജസ്, അവരുടെ മെസ്സേജസ്. ദെൻ ദ റുട്ടീൻ. ദെൻ ദ നെയിം ഇൻ യുവർ ഗാലറി, നിങ്ങളുടെ ഗാലറിയിൽ അവരുടെ ഫോട്ടോസ്, അതിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള പേര്. ദെൻ ദ ഫ്യൂച്ചർ യു വൺസ് ഇമാജിൻഡ് വിത്ത് ദം, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളൊരിക്കൽ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുള്ള അവരോടൊത്തുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ. ഈച്ച് വൺ ഡൈസ് ഇൻ എ ഡിഫറെൻറ്റ് ഫ്യൂണറൽ. ഓരോന്നും നശിക്കുന്നത്, ഓരോന്നും മരിക്കുന്നത് ഓരോ ലെയറായിട്ട് തന്നെയായിരിക്കും. എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനെ പയ്യെ പയ്യെ നമ്മൾ കൊന്നു കളയുക. ഓരോ മെമ്മറീസിനെയും പയ്യെ പയ്യെ നമ്മൾ മായ്ച്ച് കളയുക. That's what it is needed. You begin to forget their face but remember their absence. നിങ്ങൾ അവരുടെ കണ്ണുകളെ മറക്കും, പക്ഷേ നിങ്ങൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. അവർ നിങ്ങൾ കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തിരുന്നു. നിങ്ങൾ അവരുടെ വോയിസ് മറക്കും, പക്ഷേ നിങ്ങൾ കരഞ്ഞപ്പോൾ അവരെന്താണോ പറയാതിരുന്നത് അത് നിങ്ങൾ ഓർക്കും. ആ ഒരു പ്രസൻസ്, അതാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ. ഹീലിംഗ് ഈസ് ക്വൈറ്റ് ബട്ട് സോ ഇസ് ഡിസപ്പിയറിങ് ആൻഡ് സംടൈംസ് യു ഡോണ്ട് നോ വിച്ച് വൺ യു ആർ ഡൂയിങ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ഡിസപ്പിയർ ആവാൻ ശ്രമിക്കുകയാണോ, അതോ നിങ്ങൾ ഹീലാവുകയാണോ? ആർ യു ഹീലിംഗ് ഓർ ആർ യു ജസ്റ്റ് വാനിഷിങ് സ്ലോലി? So even if someone left you broken, your ability to love deeply is not a weakness. It's sacred. It means you are real. ഒരാൾ നിങ്ങൾ കളഞ്ഞിട്ട് പോയാലും അത് നിങ്ങളുടെ വീക്ക്നെസ്സും ഉണ്ടാവില്ല, നിങ്ങളുടെ കഴിവുണ്ടായിരിക്കും. ഡീപ്പായിട്ട് അവരെ സ്നേഹിക്കാൻ ആ ഒരു കഴിവുണ്ടായിരിക്കും. ആ ഒരു ഫാക്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ എബിലിറ്റി ടു ലവ് ഡീപ്ലി ഇസ് സേക്രഡ്. ഇറ്റ് മീൻസ് നിങ്ങൾ റിയലാണ്. യു ആർ നോട്ട് അൺലവ്ഡ്. നിങ്ങൾ അൺലവ്ഡ് ഒന്നും അല്ല. യു ജസ്റ്റ് ഗേവ് യുവർ ലവ് ടു സം വൺ ഹു കുഡിൻ ക്യാരി ഇറ്റ്സ് വെയ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊടുത്ത ആളിന് അതിൻ്റെ വെയ്റ്റ് ക്യാരി ചെയ്യാൻ, അതിൻ്റെ ഭാരം താങ്ങാനുള്ള ശേഷിയില്ല, അതിനുള്ള കഴിവില്ല. ദാറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. അതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല. These are the things no one tells you after a breakup. എന്തുകൊണ്ടാണ് ഈ ഒരു ഫേസിനെ നമ്മൾ ബ്രേക്കപ്പ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ബിക്കോസ് സംതിങ് ബ്രേക്സ്, എന്തോ അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. നോട്ട് ഓൾവേസ് ദ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് ആവില്ല എല്ലായ്പ്പോഴും. സംടൈംസ് ദ സോൾ, നിങ്ങളുടെ സോൾ. സംടൈംസ് ദ ട്രസ്റ്റ് ഇൻ ലവ് ഇറ്റ് സെൽഫ്, നിങ്ങൾക്ക് സ്നേഹത്തിലുണ്ടായിരുന്ന വിശ്വാസം, ഇതായിരിക്കും അവിടെ ബ്രേക്ക് ആവുന്നത്. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിളായിട്ടുള്ളൊരു ഇവൻ്റ് അല്ല. ആൻഡ് മേ ബി ദാറ്റ്സ് വൈ ദ വേർഡ് ഫീൽസ് സോ ഷാർപ്പ്. അതുകൊണ്ടായിരിക്കും ബ്രേക്കപ്പ് എന്ന് പറയുന്ന വേർഡിന് അത്രയും ഷാർപ്നെസ്. ഈവൻ ഇൻ പ്രൊനൗൺസിയേഷൻ, ബ്രേക്ക് അപ്പ്, വൺ ഡൗൺ ആൻഡ് വൺ എവേ, ലൈക്ക് ദ ഹാർട്ട് ഫാളിങ് ആൻഡ് ദ പേഴ്സൺ വാക്കിംഗ്. നമ്മുടെ ഹാർട്ട് ഫോൾ ചെയ്യുമായിരിക്കും, പക്ഷേ ആ ആൾ മൂവ് ഓൺ ചെയ്യുമായിരിക്കും. അയാൾ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കുമായിരിക്കും. ബ്രേക്ക് അപ്പ്, ഒരിക്കലും നമ്മൾ ബ്രേക്ക് ഡൗൺ എന്നല്ല പറയുന്നത്. ബ്രേക്ക് അപ്പ്, ബ്രേക്ക് ആവാം, പക്ഷേ അപ്വേർഡ്സ്, നിങ്ങളുടെ ഗ്രാഫ് മുകളിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ.
താഴേക്കല്ല. ഓരോ ബ്രേക്കിൽ നിന്നും നിങ്ങൾ എന്ത് പഠിക്കുക? ഓരോ ലെസൺസ് പഠിക്കുക. അതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതിന് ദൈവം നിങ്ങൾക്ക് തന്ന ഒരു സിറ്റുവേഷൻ, ഒരു ബ്ലെസ്സിങ് ആണ് ബ്രേക്കപ്പ് എന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ് ഇനി നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല. ഇത് നിങ്ങൾക്കിനി അനുഭവിക്കേണ്ടി വരില്ല. നിങ്ങൾ അതിൽ നിന്നൊരു ലെസൺ പഠിക്കണം. എന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും ഇതേ ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകും. ബ്രേക്കപ്പ് മീൻസ് രണ്ട് ആൾക്കാർ രണ്ട് വഴിയെ പോകുന്നതല്ല. നിങ്ങളുടെ ഉള്ളിലെ ട്രസ്റ്റ്, നിങ്ങളുടെ റിതം, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്, അതാണ് അവിടെ ബ്രേക്ക് ആവുന്നത്. The version of you who believed that love was enough. സ്നേഹമാണ് എല്ലാം, ലവ് മതി എന്ന് വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ ആ ഒരു വേർഷൻ, അതിനുണ്ടാവുന്ന ബ്രേക്ക്, അതാണ് ബ്രേക്കപ്പ്. ബ്രേക്ക് അപ്പ്, 2 words, one for the breaking, one for the leaving. And then what's left is not just loneliness but pieces of shared laughter, half-kept promises and half-read text. അവിടെ ഒറ്റയ്ക്ക് ആവുന്നതല്ല, നമ്മൾ ഷെയർ ചെയ്തിരുന്ന ചിരി, നമ്മുടെ ഹാഫ് കെപ്റ്റ് പ്രോമിസസ്, പരസ്പരം നമ്മൾ കൊടുത്തിരുന്ന പ്രോമിസസ്, പരസ്പരം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ടെക്സ്റ്റ്, ഇതെല്ലാം പീസസ് ആയിട്ട് ബ്രേക്കായി പോകുന്നു. ദാറ്റ് ഇസ് ബ്രേക്കപ്പ്. And maybe that's why this word stayed, because it's not just about ending something with someone. ആരടുത്തും ഉണ്ടായിരുന്ന എന്തോ ഒന്ന് ബ്രേക്ക് ആവുന്നു, അല്ലെങ്കിൽ അത് എൻഡ് ആവുന്നു, അതല്ല ബ്രേക്കപ്പ്. ഇറ്റ്സ് അബൌട്ട് ലോസിങ് സംതിങ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന എന്തോ, ആ ഒന്നിനെ നിങ്ങൾ നഷ്ടമാക്കുന്നു, അതിനെയാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. എ ബ്രേക്കപ്പ് ഇസ്ൻറ്റ് ഓൾവേസ് ലൗഡ്. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ലൗഡായിരിക്കില്ല. എപ്പോഴും ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം എന്നുമില്ല. സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് ഇൻ സൈലൻസ്. ചിലപ്പോൾ അവരുടെ സൈലൻസിലായിരിക്കും ബ്രേക്കപ്പ് ഉണ്ടാവുന്നത്. സംടൈംസ് യു ഡോണ്ട് ഈവൻ റിയലൈസ് ഇറ്റ്സ് ഹാപ്പനിങ്. സംടൈംസ് ബ്രേക്കപ്പാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് റിയലൈസേഷൻ പോലും ഉണ്ടാവില്ല അൺടിൽ യു ലുക്ക് ഇൻ ദ മിറർ ആൻഡ് ഡോണ്ട് റെക്കഗ്നൈസ് ദ ഐ സ്റ്റെയറിങ് ബാക്ക്. അൺടിൽ ഏത് സമയം വരെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മിററിൽ നോക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെ തിരിച്ച് നോക്കുന്ന ആ കണ്ണുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ടൈമിലായിരിക്കും ബ്രേക്കപ്പ് സംഭവിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ. സോ യു ക്യാൻ ബ്രേക്ക് ബട്ട് മൂവ് ഓൺ, ഗോ അപ്വേർഡ്സ്. ഇനി നിങ്ങളുടെ ആ ഒരു പഴയ നിങ്ങളിനി ഉണ്ടായിരിക്കരുത്, അതിനി എക്സിസ്റ്റ് ചെയ്യരുത്. നിങ്ങളിൽ പുതിയ ചേഞ്ചസ് വരണം, നിങ്ങൾ ചേഞ്ച് ആവണം. Your growth should be in upward direction, not downwards. ഇനിയുള്ള നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കളഞ്ഞിട്ട് പോയ ഒരാൾക്കെതിരെയുള്ള കോമ്പറ്റീഷൻ ആവരുത്. അങ്ങനെ കമ്പയർ ചെയ്ത്, അങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിന്നാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ആയിരിക്കും നശിപ്പിക്കുന്നത്. ലെറ്റ് ദേ ഡു വാട്ട് എവർ ദേ വാണ്ട്. അവർ നിങ്ങളുടെ കാര്യം നോക്കുകയോ നോക്കാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ, അത് നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമേ അല്ല. നിങ്ങളുടെ ലൈഫ് ജീവിക്കുക, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, പുതിയൊരു ലൈഫ് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. നോട്ട് വിത്ത് ദം ബട്ട് വിത്തൗട്ട് ദം, ഫോർ യുവർ സെൽഫ്, നോട്ട് ഫോർ എനിവൺ എൽസ്. ഒരു മരത്തിലെ ഒരു ഇല കൊഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാ ഇലയും കൊഴിഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. സോ ലൈക്ക് ദാറ്റ്, ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് ലവിനെ മൊത്തത്തിൽ നിങ്ങൾ വെറുക്കരുത്. ദ ട്രസ്റ്റ് ഇൻ ലവ് ഷുഡ് നോട്ട് ബി ബ്രോക്കൺ. ലവ്, സ്നേഹം, അത് നിങ്ങൾ ഇനിയും വിശ്വസിക്കണം. ഈവൻ ഇഫ് നോ വൺ ഇസ് വിത്ത് യു, ഐ ആം വിത്ത് യു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വേർഡ്, ഇറ്റ്സ് എ പ്രോമിസ്. നോട്ട് ടു യുവർ സെൽഫ് ബട്ട് ടു മൈ സെൽഫ്. നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലിടാം. മറ്റുള്ളവർ കാണരുത് എന്നാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മെയിൽ ID കൊടുത്തേക്കാം. ആ മെയിൽ IDയിലേക്ക് നിങ്ങളുടെ എന്ത് പ്രശ്നവും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എ പ്രോമിസ്,
It's the weight I carried even after you left. It's just not a promise. It's my silence speaking. It's just not a promise. It's a piece of my soul. Go on. Live your life. Be happy. Love you. Bye.